ഹായ് ഫ്രണ്ട്സ്, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു ക്രാഫ്റ്റ് ഐറ്റമാണ്. അതും ഇതെല്ലാം വേസ്റ്റ് മെറ്റീരിയലാണ്. നമ്മൾ ഈ മുന്തിരിങ്ങയുടെ ഉണങ്ങിയ തണ്ടും അതുപോലെ തന്നെ അക്രിലിക്കിൻ്റെ അടപ്പും പിന്നെ ഇവിടെ കിടന്ന ഡ്രസ്സിൽ കിടന്ന കപ്പുകളും ഇതെല്ലാം ക്രാഫ്റ്റ് ഐറ്റത്തിനായിട്ട് ഞാൻ മാറ്റി ഇട്ടിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അടിപൊളിയൊരു ക്രാഫ്റ്റ് ചെയ്യാം. ആദ്യമേ നമ്മൾ ആ ഒരു അടപ്പിൽ ഒരു കപ്പ് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ആ ഒരു 2-3 മിനിറ്റ് നമ്മൾ ഈ ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ B7000 അത് പെട്ടെന്ന് സ്റ്റക്കാവുന്നത് അതിട്ട് ചെയ്താലും മതി. ഇത് ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഇത് കണ്ടില്ല, ആ ഒരു മുന്തിരിങ്ങയുടെ ഉണങ്ങിയ തണ്ടാണ്. അതിവിടെ വെറുതെ കിടന്നതാണ്, ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഷേപ്പോടുകൂടി, ഒരു ട്രീയുടെ ഷേപ്പോടുകൂടി കിടന്നുകൊണ്ടാണ് എടുത്ത് മാറ്റിയിട്ടത്. കണ്ടില്ല, അതിൽ ഞാൻ ഗോൾഡൻ കളറാണ് ചെയ്യുന്നത്. ഗോൾഡൻ കളർ ചെയ്തപ്പോൾ ഒരു ഗോൾഡൻ കമ്പിയുടെ ഒരു ടച്ച് കൊണ്ട് നമ്മൾ ചെയ്തെടുത്ത കണക്ക് തോന്നും നല്ലതുപോലെ. കണ്ടില്ലേ, കളർ ചെയ്തെടുത്തപ്പം നല്ലൊരു മാറ്റം തോന്നി. ഇനി ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഞാൻ തെർമോക്കോളിൻ്റെ ബബിൾസ്, വൈറ്റ് ബബിൾസ് മാത്രവും കിട്ടും, പല കളറിലെ ബബിൾസും ഉണ്ട്. എൻ്റെ മോന് കിടന്നായിരുന്നു. അവൻ എണീറ്റ് വന്ന് എൻ്റെ സൗണ്ട് ചെയ്യുന്ന കണ്ടിട്ട് എണീറ്റ് വന്നവനാണ്. അപ്പോൾ അതിൽ ഞാൻ ഫെവിക്കോൾ വെച്ച് ഇതെല്ലാം ഓരോന്നായിട്ട് മോൻ ഒട്ടിച്ച് തരുകയായിരുന്നു. ഇതെല്ലാം നമ്മുടെ തെർമോക്കോളിൻ്റെ ബബിൾസാണ്, ചെറിയ കളർ ബബിൾസാണ്. ഇത് ഓരോന്നിലും ഒട്ടിച്ചൊട്ടിച്ചടിക്കുകയാണ്. അതിന് പകരം നമ്മൾ ബീഡ്സ് വയ്ക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിന് കുറച്ച് വെയിറ്റ് ഉള്ളതുകൊണ്ട് ഞാനതങ്ങ് മാറ്റി വെച്ചു. കുറച്ച് വെയിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് വെക്കാൻ ചെറിയ മുത്തുകൾ നമുക്ക് വെക്കാം. പല കളറിലത് ആയിട്ടുണ്ട്. ബ്ലൂ കളറിലാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഭംഗി എടുപ്പ് കിട്ടിയേനെ. ഗോൾഡൻ ഒരു തിളക്കത്തോടുകൂടിയ ബ്ലൂ കളറിൽ കിട്ടും. അല്ലെങ്കിൽ ചെറിയ വൈറ്റ് പേൾസ് കിട്ടും. അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നമ്മൾ ആ ഒരു തണ്ടിന് താങ്ങി നിൽക്കാവുന്ന തരത്തിലുള്ള മുത്തുകളായിരിക്കണം നമ്മളതിൽ ഒട്ടിച്ചെടുക്കേണ്ടത്. ഫെവി ബോണ്ട് വെച്ച് വേണം അത് ഒട്ടിക്കാനായിട്ട്. ഇത് ഫെവിക്കോളിൽ ഇതെന്ന് വെച്ചാൽ തെർമോക്കോൾ ആയതുകൊണ്ട് നമ്മൾ ഫെവിക്കോളിൽ ഓരോന്ന് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുത്തപ്പം കണ്ടില്ലേ, വ്യത്യസ്തമായിട്ട് നമ്മൾ ആ ഒരു മുന്തിരിങ്ങയുടെ ഒരു തണ്ട്, ഉണങ്ങിയ തണ്ടാണെന്ന് പറയത്തതേ ഇല്ല. കളർ ചെയ്ത് നമ്മളത് ഡെക്കറേറ്റ് ചെയ്തെടുത്തപ്പം മനോഹരമായിട്ട് നമുക്കത് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഡെക്കറേറ്റ് ഐറ്റമാണ്. നമ്മൾ ഷോക്കേസുകളിൽ പല വർണ്ണങ്ങളിൽ നമുക്ക് ചെയ്ത് വയ്ക്കാം. നമുക്ക് വേണമെങ്കിൽ ഈ ബബിൾസിൽ കളർ ചെയ്ത് ഇത് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് വേണമെന്ന് അല്ലെങ്കിൽ ക്യൂടെക്സിൻ്റെതോ അല്ലെങ്കിൽ ഗ്ലിറ്റേർഡ് കളറോ നമുക്കതിൽ ചെറുതായിട്ട് കളർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി അതിൻ്റെ അകത്ത് ഞാൻ ഗോൾഡൻ കളറിട്ടാണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആ കളറിങ്ങേ മാറ്റിയപ്പോൾ അത് എന്താണെന്ന് പോലും നമുക്കറിയാൻ പറ്റത്തില്ല. ആ രീതിയിൽ നമ്മൾ ചേഞ്ച് ചെയ്തെടുക്കുകയാണ്. ആ ഒരു ബബിൾസും അതുപോലെ തന്നെ ഗോൾഡൻ്റെ ചെറിയ മുത്തുകളും ഉണ്ട്. ആ മുത്തുകൾ അതിൽ പിടിപ്പിച്ച് വാരിയിട്ട് വെറുതെ വെതറിയിട്ടേ ഉള്ളൂ. അത് ഒട്ടിപ്പിടിച്ചോളും. കാരണം നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഫെവിക്രൈലിൻ്റെ ഗോൾഡൻ കളറാണ്. ഇനി അത് ബാക്ക് സൈഡിൽ ബ്ലൂ കളറും അതിൻ്റെ ചുറ്റും ഞാൻ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് സ്റ്റോണിൻ്റെ ചെയിനാണ്. അത് ഓർണമെൻറ്റ് മേക്കിങ്ങിൻ്റെ ചെയിൻ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒട്ടിച്ചെടുക്കുകയാണ്. ഇതിന് ചുറ്റും ബ്ലൂ കളറും കൂടി ഇട്ടപ്പോൾ നല്ല എടുപ്പോടുകൂടി, സത്യം പറഞ്ഞാൽ ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഐറ്റം നമുക്ക് ചെയ്തെടുക്കാമെന്നുള്ളത്. വെറുതെ എന്ത് ചെയ്യുമെന്ന്, ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചാണ് ഞാൻ ആദ്യം എടുത്ത് വെച്ചത്. പക്ഷേ ഒട്ടിച്ച് കളർ ചെയ്തെടുപ്പോൾ ഒരു വെറൈറ്റി ഐറ്റം തന്നെ ആയിട്ടുണ്ട്. എങ്കിലോ കാണാനും നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഷോക്കേസുകളിൽ ഡെക്കറേറ്റ് ചെയ്യത്തക്ക വിധത്തിലുള്ള ചെറിയ ഐറ്റംസുകൾ നമുക്ക് തന്നെ ഫ്രീ ടൈമുകളിൽ ഇതുപോലെ ഡെക്കറേഷൻ ചെയ്തെടുക്കാവുന്നത്. എങ്കിലോ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നത്. എങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. കണ്ട നമ്മൾ ആ ഒരു ഉണങ്ങിയ മുന്തിരിങ്ങയുടെ ആ ഒരു തണ്ടാണെന്ന് കൂടി പറയത്തില്ല അതിൽ ആ ഗോൾഡൻ കളർ ചെയ്ത് എടുത്തപ്പോഴത്തേക്കും. അതല്ലെങ്കിൽ നമുക്കതിൽ വേണമെങ്കിൽ വേറെ കളർ നമുക്ക് ചെയ്തെടുക്കാം. പക്ഷേ കണ്ടില്ലേ, നല്ല എടുപ്പോടുകൂടി തന്നെ നമുക്കത് ഇത് നല്ല ലൈറ്റ് ആയതുകൊണ്ടാണ് കുറച്ച് മങ്ങിയ കളറായിട്ട് തോന്നുന്നത്.
ഇതുപോലെ മനോഹരമാക്കി.